നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഐറസിനെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് കരുതിയിട്ടിതാ ഞങ്ങൾ ഈ രണ്ടാളും കൂടി ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ച് വന്നതാട്ടോ. അപ്പോഴേക്ക് ഇവരൊക്കെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ വന്നിട്ട് പറയാം, എപ്പോഴും നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു വീഡിയോ എടുക്കില്ല, ഞങ്ങളെന്നും എന്താ ഞങ്ങൾ വീഡിയോ എടുക്കാത്തത്, ഐറസിനും കൊണ്ടുള്ള കുറച്ച് കളി കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിത്തനാക്കാൻ വന്നതാട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് അതാവട്ടെ നമ്മുടെ ഫസ്റ്റ് വീഡിയോൻ്റെ തുടക്കം എന്ന് കരുതി. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വന്ന് ഓരോരോ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല, എഴുന്നേറ്റ് വരവാണ്. ഞാൻ പിന്നെ ഐറസ് എഴുന്നേൽക്കുമ്പോക്കിന് നമ്മുടെ പരിപാടികളൊക്കെ തീർക്കാഞ്ഞില്ല, പിന്നെ എനിക്ക് ഈ എടുത്ത് നടക്കാൻ കഴിയില്ലല്ലോ കരുതിയിട്ട് ഞാൻ അങ്ങനെ എല്ലാ പണികളും എൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെയും വെച്ചതാ ഈ ഒരു ഫ്രെയിം ഫോട്ടോ എടുത്താലോ എന്നൊക്കെ കരുതി ഇങ്ങനെ നിൽക്കണപ്പോൾ അവനോട് ചിരിക്കാൻ പറഞ്ഞപ്പോൾ കണ്ടോ പല്ലൊക്കെ കാട്ടി ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഉള്ള പരിപാടി എന്താ പറയുക, നടക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ 2 സ്റ്റെപ്പ് വെക്കുന്നുണ്ട്. ഇന്നലെ ഇങ്ങനെ ഫസ്റ്റ് 2-3 സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടേക്ക് പിടിച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ കണ്ട കുറേശ്ശെ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമായി എന്താ നടക്കാതെ എന്നുള്ള ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ ഇന്നലെ മുതൽ ഇങ്ങനെ ചെറുതായിട്ട് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവൻ നടക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണം കേട്ടോ. കൈയൊക്കെ കുട്ടിയാലേ അവൻ വീണ്ടും നടക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഐറസിനായിട്ട് കുറേ നേരം അവിടെ കളിച്ച് നിന്നിട്ട് ഇപ്പോൾ അവനെ ഉറക്കാൻ വിട്ടിട്ടാണ് ഞാനിപ്പോൾ കിച്ചണിക്ക് വരിക കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവൻ വരുമ്പോൾ മാത്രം ഒരു പ്രത്യേക കൂടുതൽ നേരം ഞങ്ങൾ ഒരു ഫാമിലി ടൈം തന്നെ പറയാം. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ആയാലും മക്കളായാലും ഒക്കെ ഒരുമിച്ചുള്ള ഒരു സമയമാണല്ലോ, എല്ലാവരും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എനിക്കിപ്പോൾ 3 മക്കളാണ്, ആ 3 മക്കളും പിന്നെ എൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ ആ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് അത്രയും വിലപ്പെട്ടതായിരിക്കും. അപ്പോൾ അതിങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് ഈ ഐറസ് വരുന്ന സമയത്തായിട്ട് അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ചെത്തും. അപ്പോൾ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവനെ ഞാൻ എന്താ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് 11 മണിയൊക്കെ ആവും. പിന്നെ അവന് പാലൊക്കെ കൊടുത്തു കുറച്ച് നേരം ഇങ്ങനെ കളിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് കഞ്ഞിയൊക്കെ കൊടുത്ത് സെറ്റാക്കി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന് തട്ടിമുട്ടിക്ക് നിന്ന് അവനിങ്ങനെ ആ വിടുന്നത് ഉറക്കം വരുന്ന സംഭവമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഉറക്കാൻ അങ്ങോട്ട് വിടും. ഉറക്കാൻ 2 പേരും ഇപ്പോൾ മോളൂനും കുറച്ച് നേരം കിടക്കാലോ എന്ന് കരുതി ഉറങ്ങാലോ എന്ന് കരുതി ആളെയാണ് പറഞ്ഞു വെച്ചിട്ട് ഞാൻ അടുക്കളയ്ക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ചിക്കൻ നമ്മൾ ഇന്നലെ മന്തിയാണല്ലോ ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ കൊണ്ടുവന്നത് അപ്പോൾ വലിയ വലിയ പീസാക്കിയിട്ട് ഒരു അൽഫാം സ്റ്റൈലിൽ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ പീസാക്കിയിട്ടായിരുന്നു ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലും അതും ഇതൊക്കെ പാർട്സുകളൊക്കെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഫ്രീസർക്കാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി എടുക്കണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് ചിക്കൻ കൊണ്ടിട്ടെന്ന് ചിക്കനാണോ ബീഫാണോ വേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചിക്കൻ ഇന്നലത്തെ എല്ലും അതൊക്കെ ബാക്കിയുണ്ട്, അതിലേക്ക് പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കാം. പിന്നെ മോളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂൽപുട്ട് കഴിച്ചിട്ട് കുറേ ദിവസമായി, മിച്ച് വീഡിയോയിൽ ഉണ്ടാക്കണ കാണുമ്പോൾ കൊതിയാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നൂൽപുട്ടാക്കാമെന്നൊക്കെയാണ് പ്ലാന്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. അപ്പോൾ ബിരിയാണി വെക്കണമെന്നായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ റൈസല്ലേ മന്തിയല്ലേ റൈസൊക്കെയാണ്, അതുകൊണ്ട് വേണ്ടെന്ന് നമുക്ക് നൂൽപുട്ടാക്കാം, ഇന്ന് നോർമലായിട്ട് സിമ്പിളായിട്ടുള്ളൊരു സംഭവം ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ചിക്കൻ കറിയും നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ ഐറസ് ഉറങ്ങാൻ പോകുന്നത് ആ സമയത്ത് അങ്ങോട്ട് കിച്ചണിൽ കയറാൻ സമയമൊന്നും നോക്കാറില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ 2:30 ചിലപ്പോൾ 3 മണിയൊക്കെ ചിലപ്പോൾ 4 മണിയാവും. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അവനാണ് പോകുന്നത് നേരം ഷെഡബിടെ പണിയാൻ കഴിക്കൂട്ടോ, അല്ലെങ്കിൽ ശരിയല്ല. എന്താ പറയുക, വന്നാൽ പിന്നെ ഉള്ള ടൈം എനിക്ക് അവൻ്റെ കൂടെ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വേഗം എത്തിയിട്ടുണ്ട്. ഇന്ന് ക്യാപ്സിക്കം ഉണ്ടായപ്പോൾ ഞാൻ അതും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും ഒരു ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ മക്കൾക്കൊന്നും വലിയ താല്പര്യമില്ല. അത് ആ ഒരു ക്യാപ്സിക്കം ഇടുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നീനോട്ടിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതുമൂന്നൊന്നും വലിയ ഇഷ്ടമല്ല. ആ ഒരു പച്ചമുളകാണ് കരുതിയിട്ട് അവൾ അതിൽ നിന്ന് എടുത്തിടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഏതായാലും ഉണ്ടായപ്പോൾ ഞാൻ അതിലേക്ക് അങ്ങോട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഉള്ളിയും ക്യാപ്സിക്കം ഒപ്പമാണ് വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ പൊട്ടറ്റോയും ചിക്കൻ ഇട്ടിട്ടുള്ള ഒരു സാധാ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ വേഗം അത് അടുപ്പത്ത് വെച്ച് അങ്ങനെ ഉള്ളി വാടുമ്പോഴേക്കും ഞാൻ തക്കാളി അരിഞ്ഞിടുന്നുണ്ട്. ചിക്കനും മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ചിക്കൻ സാധാ പോലെ അല്ലാതെ ഒരു കൂടുതൽ ഹെവി ആയിട്ടോ അങ്ങനെ ഒന്നും തേങ്ങ അരച്ച് പാരയൊന്നും ചെയ്യണില്ല കേട്ടോ. സാധാ ഒരു നോർമൽ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതവിടെ അടുപ്പത്ത് വെച്ചിട്ട് വേണം നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ളിയും എന്താ പറയുക തക്കാളിയോ എല്ലാം ഇട്ട് ഇങ്ങനെ നന്നായിട്ട് വാടി വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി മസാലപ്പൊടി ചിക്കൻ ഇട്ടതിന് ശേഷം ഞാൻ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചുടുവെള്ളം തിളച്ച വെള്ളമാട്ടോ പാരാറുള്ളത്. അപ്പോഴാണ് ആ ടേസ്റ്റ് വരിക. അപ്പോൾ അങ്ങനെ അതൊക്കെ പാർന്ന് അവിടെ സെറ്റാവുന്ന നേരം നമ്മളിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് നന്നാക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലായിടത്തും ആവാൻ വേണ്ടി. എന്നിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് അവിടെ കുറച്ച് നേരം വെച്ചതിന് ശേഷം നല്ല തിളച്ച വെള്ളം അങ്ങനെ പൊടിയിലേക്ക് പാരാറില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അപ്പോൾ ഒന്നും കൂടി വേവുമ്പോൾ തോന്നുന്നു കൂടുതൽ അത്ര ടേസ്റ്റ് ഇല്ല. ഒരു
ചുടുവെള്ളം കുറച്ചൊരു ചൂടാറിയ വെള്ളമാണ് പറയുന്നത്. അത് തിളച്ചങ്ങനെ വെള്ളം പാരാതെ ആ വെള്ളം കുറച്ച് നേരം കുറച്ച് നേരം തണുപ്പിച്ചിട്ടാണ് ഞാൻ പാരാറുള്ളത് കേട്ടോ. അങ്ങനെ അത് നന്നായിട്ട് അതും അവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ കറി ഇവിടെ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആ വെള്ളം പാർന്നിട്ട് തികയാത്ത വെള്ളം ഞാനിങ്ങനെ ഇച്ചിരി ചുടുവെള്ളം അങ്ങനെ കുറേശ്ശെ പറന്ന് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുക. പത്തിരിക്ക് കുഴച്ചെടുക്കുന്ന ആ ഒരു പണിയൊന്നും ഇല്ലല്ലോ നൂൽപുട്ടിനില്ലേ. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ജസ്റ്റ് കുഴച്ചിട്ട് നമുക്കത് കുറേശ്ശെ ഇങ്ങനെ ചുട്ടെടുക്കാമെന്നാണ് പ്ലാന്. അപ്പം ഇന്നലത്തെ വെയിറ്റ് നമ്മൾ ഒന്നും മാറ്റവും കാര്യങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇന്ന് എന്താണെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ആ സമയത്ത് തന്നെ നോക്കാമെന്നാണ് ഞാൻ പുലർച്ചെ അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരു 10-10:30ക്കൊക്കെയാണ് ഒരു ചായയൊക്കെ കുടിച്ച് കിടക്കാറുള്ളത്. പിന്നെ അതുപോലെ നല്ല വെള്ളമൊക്കെ കുടിച്ച് കിടക്കാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ 4 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ വെയിറ്റിൽ എനിക്കറിയില്ല കേട്ടോ, ആ സമയത്ത് നോക്കിയാൽ വെയിറ്റ് അപ്പോഴും കൂടുതലല്ലേ കാണിക്കുക എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇനി സ്ഥിരമായിട്ട് നോക്കുന്നത് വൈകുന്നേരം ഒരു 6-6:15 ടൈമിൽ. ഇനിയിപ്പോൾ അത് ആ ടൈമിൽ തന്നെ നോക്കാമല്ലോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ. ഇപ്പോൾ സമയം മാറ്റണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ വെയിറ്റ് നോക്കാം. അങ്ങനെ നമ്മുടെ ഇടിയപ്പം അങ്ങനെ റെഡി ആവുന്നുണ്ട് എല്ലാം. ഞാൻ ഈ ഇടിയപ്പത്തിനായാലും പുട്ടിനൊക്കെ ആയാലും വെള്ളം തിളപ്പിക്കുക കറണ്ട് അടുപ്പിലാട്ടോ. തിളപ്പിച്ചിട്ട് ഇങ്ങനെ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ വെച്ച് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ചിക്കൻ കറിയുടെ ആയിട്ടുണ്ട്. ഞാനിന്ന് സ്നാക്സ് ഉണ്ടാക്കാൻ ബ്രെഡോ ഒന്നുമില്ല, പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ. എന്താ ഉണ്ടാക്കാനും ഒരു മടി. അപ്പം മോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒന്നും ഉണ്ടാക്കണ്ട, പിന്നെ ഇന്നലെ ഉണ്ടാക്കിയില്ലേ, വെറുതെ വെയിറ്റ് കൂട്ടണ്ടല്ലോ, ഇവിടെ വന്നാൽ ഫുഡിനൊരു കൺട്രോളും ഉണ്ടാവില്ല, അവിടുന്ന് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് കൊണ്ടിട്ട് വെയിറ്റ് ഇവിടെ വന്നാൽ കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നൂൽപുട്ട് അവിടെ വെന്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ ഇന്ന് തീർന്നിട്ടുണ്ട് കേട്ടോ. ഐറൂസ് എഴുന്നേൽക്കുമ്പോൾ തന്നെ നൂൽപുട്ടൊക്കെ ആയാൽ പിന്നെ നമുക്ക് അതവിടെ അടുപ്പത്ത് വെച്ചിട്ട് വേറെയും പണികൾ എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയൊക്കെ തീർന്ന് ഞാൻ ഐറൂസ് എഴുന്നേറ്റപ്പോൾ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവനെ കളിപ്പിച്ചിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും കണ്ടോ, എല്ലാവരും അവൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ നടക്കാൻ തുടങ്ങിയപ്പോൾ അവന് ഭയങ്കര ത്രില്ലിലാട്ടോ കാണാം. ഇങ്ങനെ നമ്മളടുത്തേക്ക് അങ്ങോട്ട് നടക്കുക മെല്ലെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഞാൻ ഐറൂസിനെ പറ്റി പറഞ്ഞ് ചടപ്പിക്കുന്നില്ല, പിന്നെ ചടപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം അവനുണ്ടാകുന്ന ടൈമിൽ ഞാൻ അവനെങ്ങനെ കൂടുതൽ ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അല്ലാത്ത ദിവസം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ വീഡിയോയിൽ, മോളും ഐറൂസ് വരുമ്പോഴല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങളിതാ എന്താ പറയുക, എല്ലാ ജോലിയും കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കൽ കുറവാണ് കേട്ടോ. പിന്നെ വേഗം ദിവസം എഴുന്നേൽക്കുമല്ലോ എന്ന് കരുതി വേഗം പണി തീർത്തതുകൊണ്ട് വേഗം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് ഇതുമൂലം നോമ്പ് തുറണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ അവൾ പറയുന്നത്. അവളുടെ ഫ്രണ്ട്സുകൾ എല്ലാം കൂടി ഇവിടെ അടുത്തന്നെ അവളെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. കുറേ ഫ്രണ്ട്സ് ഉണ്ട്, 4-5 ആൾക്കാരുണ്ട്. അവരൊക്കെ പാടെ ഒരു 5-5:30 ആകുമ്പോൾ അവൾ വന്ന് കൊണ്ടുപോയിട്ടോ. അതിന് ശേഷം ഞങ്ങളത് അവിടെ ഇങ്ങനെ പുറത്തിരിക്കുന്നു. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങാൻ അങ്ങനെ എന്താ പറയുക, അവിടെ ഞങ്ങളെ മുറ്റത്ത് ഇങ്ങനെ കല്ലിട്ടിക്കണല്ലോ, ചെറിയൊരു എന്നൊരു പറയൽ, ചെറിയൊരു ചിപ്സ് കല്ല് അങ്ങനത്തെ പറയല്ലോ, അതാണ് ഇട്ടിട്ടുള്ളത് മുറ്റത്ത്. അപ്പോൾ അവൻ അത് വാരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഷൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ജസ്റ്റ് ഒന്ന് അതിലെ കൂടെ ഇങ്ങനെ നടത്താൻ നോക്കിയതാണ്. അപ്പോൾ ഷൂ ഇട്ട് നടക്കാൻ അവന് കഴിയണില്ല കേട്ടോ, അങ്ങനെ ശീലമായിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ മെല്ലെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ നടത്തിച്ചപ്പോൾ അവന് ഭയങ്കര ഹരം കയറിയിട്ട് പിന്നെ മുറ്റത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. പിന്നെ അകത്തേക്ക് കയറുന്നില്ല കേട്ടോ. വലിയ കാലൊക്കെ വെച്ച് കുട്ടപ്പനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് കയറണില്ല കേട്ടോ, അങ്ങോട്ടൊരു വളഞ്ഞ് പോവാണ്. പിന്നെ അങ്ങനെ അവർ ഏപ്പിച്ചും കുട്ടിയും കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് മെല്ലെ ഇങ്ങനെ രണ്ടാളും കൂടി ഇങ്ങനെ റോട്ട് കൂടെ ഒക്കെ നടന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പം നീനുട്ടി ഇങ്ങനെ ഇന്നെന്തും സ്നാക്സ് ഇല്ലേ എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കൊണ്ടപ്പച്ചേ, ഇന്ന് സമൂസ വാങ്ങിക്കൊണ്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഓരോ 5 എണ്ണം മതി കേട്ടോ, കൂടുതൽ കഴിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് 5 സമൂസ മതി എന്നൊക്കെ പറഞ്ഞതാ. മൂപ്പര് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നീനുട്ടി ഉണ്ടാവും ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഒന്നുമില്ല എന്ന് പറഞ്ഞ സങ്കടത്തിലിരിക്കുകയാണ് അവള്. ഞാൻ നോമ്പ് തുറക്കാനാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഇല്ല ഞാൻ ഭയങ്കര ഒരു ഇടങ്ങാറുണ്ടല്ലോ. പിന്നെ എനിക്ക് ഉണ്ടാക്കിയെന്നൊക്കെ തോന്നിയിട്ടോ. പക്ഷേ പിന്നെ അവൾ കൊണ്ടുവച്ചപ്പോൾ ഒരു സമാധാനമായി. അപ്പോൾ സമൂസ എല്ലാവർക്കും ഓരോന്നുള്ള ഇതിലാണ്. അപ്പോൾ ഐറൂസ് ആദ്യം കൈ കിട്ടിയപ്പോൾ 6 എണ്ണം വാങ്ങേണ്ടി വന്ന്, ശരിക്കും 6 എണ്ണം വാങ്ങേണ്ടിയിരുന്നു എന്നൊക്കെ തോന്നി. പക്ഷേ അവന് എരിവല്ലേ കഴിക്കലുണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ ചെറുതായി കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ബൈക്കുമേൽ കയറണം എന്നുള്ള വാശിയായി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ബൈക്കുമേൽ കയറി ഇരിക്കണുണ്ട്. അപ്പോൾ അവനും ബൈക്കുമേൽ കയറണം. അപ്പോൾ നീനുട്ടിനോട് പറഞ്ഞു, ഒന്ന് ഒരു റൗണ്ട് അടിച്ച് ഇങ്ങനെ
ജസ്റ്റ് ഒന്ന് ആ ഒരു റോഡിൻ്റെ ആറ്റില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതുമ്മ ഇല്ല, ഇതുമ്മാണെങ്കിൽ അങ്ങോട്ട് പോയി, ഇല്ലെങ്കിൽ ഇതുമ്മ പിന്നാലെ ഓടും. ഇതുമ്മില്ലെന്ന് അവൾ പിന്നെ എന്താ പറയുക ഫ്രണ്ട്സുകളപ്പം ഫ്രണ്ട്സുകൾ 4-5 ഫ്രണ്ട്സുകൾ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയതാട്ടോ. അപ്പോൾ അവളും ഇല്ല, അവളെ പിന്നെ പോയി. ഇനി ഇവർ ചെറിയതായിട്ടൊരു റൗണ്ട് അടിക്കാൻ ഇത് ആ റോഡിൻ്റെ ആ ഒരു വക്ക് വരെ അവിടെ പോയി ഇങ്ങോട്ട് തന്നെ അതേപോലെ തലകുത്തനെ ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. അങ്ങനെ റൗണ്ട് അടിക്കാൻ പോയിട്ട് പക്ഷേ അവൻ ഈ ഐറൂസിന് ഭയങ്കര സന്തോഷമാട്ടോ. അത് പിന്നെ ഒന്ന് ബൈക്കുമേൽ ഇങ്ങനെ പോയി വരാറിന് മോളുവിൻ്റെ ഹസ്ബൻഡിന് എന്താ പറയുക വണ്ടിയുടെ കാറും ജീപ്പൊക്കെ അല്ലേ ഉള്ളൂ, ഇങ്ങനെ ബൈക്കില്ലല്ലോ. അപ്പോൾ അവന് ബൈക്കുമ്പോൾ കയറുമ്പോൾ അവന് ഭയങ്കര വേറെ സന്തോഷം. പക്ഷേ എടുത്തത് പറ്റില്ല കേട്ടോ. എടുത്ത് പോന്നപ്പോൾ ചീറുന്നുണ്ട് കേട്ടോ, കൂക്കുന്നുണ്ട്. പിന്നെ അവനെ അത് സെറ്റാക്കാൻ കുറച്ച് ടൈം എടുത്തു. എന്ത് ചെയ്താലും പിന്നെ അതെന്നെ ചെയ്യണം കേട്ടോ. ഒന്ന് മേലെ കഴുകാൻ കൊണ്ടുപോയാൽ മേലെ കഴുകാൻ കുളിമുറി കൊണ്ടുപോയാൽ പിന്നെ അവിടുന്ന് പോരില്ല. അങ്ങനെ ചീറി കരഞ്ഞ് ബഹളമാണ് കേട്ടോ. അപ്പോൾ വണ്ടി അവിടെ വെച്ചപ്പോൾ പിന്നെ കുറച്ചൊരു സമാധാനമായി അവന്. വാശി ഇങ്ങനെ കൂടുന്നൊരു ടൈമാണല്ലോ എല്ലാത്തിനും. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്നുമില്ലാത്ത ഒരു 6 മണിക്ക് ഈ ഒരു ഇരുത്തം ഞങ്ങൾ പതിവില്ല കേട്ടോ. അപ്പോൾ ഈ ഇരുത്തമൊക്കെ എന്താ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം റിലാക്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നായിട്ട് വെയിറ്റ് ഒന്നത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വെയിറ്റിൽ വലിയ മാറ്റമൊന്നുമില്ല, ആകെ 100 ഗ്രാം ആട്ടോ കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മൾ പിന്നെ സ്നാക്സൊക്കെ കഴിച്ചതുകൊണ്ടായിരിക്കും ഇന്നലെ ചിക്കൻ റോള് കഴിച്ചിട്ടുണ്ടായത്. പക്ഷേ ഞാൻ ആ നേരെ കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു 7 മണി ടൈം ആയപ്പോഴേക്കും ഫുഡൊക്കെ നിർത്തി, പിന്നെ വെള്ളം മാത്രമാണ് കുടിച്ചിട്ടുള്ളത്. അപ്പം പിന്നെ പുലർച്ചെ ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡ് ചീത്ത പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ നോമ്പ് തുറന്നാൽ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുലർച്ചെ ഒന്നും കഴിക്കാഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരെന്നോട് തടി ഓർക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ പിന്നെ രാവിലെ ആ ഒരു 2 മുട്ട അല്ലെങ്കിൽ 1 മുട്ടയൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട്. ചായയും കുടിക്കുന്നുണ്ട് കേട്ടോ. ചായയിൽ പാൽച്ചായയാണ്, ഇച്ചിരി ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്നുകൂടി സ്ട്രിക്റ്റ് ആക്കണം. പക്ഷേ നോമ്പിനാകുമ്പോൾ നമുക്ക് എത്ര സ്ട്രിക്റ്റ് ആക്കുന്നതിനൊരു പരിധിയില്ല. ആകെ 2 നേരം കഴിക്കുന്നുള്ളൂ. ആ 2 നേരത്തിൽ നമുക്കൊരു സ്ട്രിക്റ്റ് ആക്കാനും ഒരു പരിധി ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സ്നാക്സൊക്കെ ഒഴിവാക്കാം. ഫ്രൂട്ട്സ് ജ്യൂസ് ഇപ്പോൾ നമ്മൾ ആദ്യമേ കുടിക്കുന്നില്ല. ഇപ്പോൾ ഈ നോമ്പ് നമ്മൾ ജ്യൂസേ ഞാൻ കുടിച്ചിട്ടില്ല. 1-2 നോമ്പിൽ സൽക്കാരമുള്ള ടൈമിൽ മാത്രമാണ് കുടിച്ചത്. അപ്പം ജ്യൂസ് ചെയ്താലും ഇതിലും നമ്മൾ ഇനി കുടിക്കണില്ല. അതുപോലെ തന്നെ ഇനി സ്നാക്സും കൂടി എണ്ണക്കടി കൂടി ഒഴിവാക്കുക. അതിൽ ബ്രെഡൊക്കെ ഇന്നലെ നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കിയാൽ ബ്രെഡ് ഉണ്ട്, പിന്നെ എണ്ണയിലാണ് പൊരിക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുറയാത്ത ഒരു 100 ഗ്രാമല്ലേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഫ്രൂട്ട്സും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്നാണ്. ഏതായാലും ഞാൻ കഴിക്കണം എന്താണെന്ന് കാണിക്കാം. അപ്പോൾ ഇപ്പോൾ ബാക്കിലെ സമയം നോക്കണ്ട കേട്ടോ, അത് ക്ലോക്ക് കേടുന്നതാണ്. ഇപ്പോൾ കൊടുക്കാനായി ഇന്ന വെയിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ കഴിക്കണത് എന്നൊക്കെ ഒന്ന് കാണിക്കാം. പിന്നെ പുലർച്ചത്തെ കാര്യം ഞാൻ മുട്ട കഴിക്കണമെന്ന് കമൻറ്റ് വന്നപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. ഞാനത് പറയണില്ല, കാരണം ഒന്നാമത് ആ നേരത്തുള്ള അത്ത കഴിക്കണ വീഡിയോസൊന്നും ഇപ്പോൾ എടുക്കാറില്ല. ഈ രാത്രി ലേറ്റായിട്ട് ഉറങ്ങുള്ളൂ, ലേറ്റായിട്ടാണ് എണീക്കുക. പെട്ടെന്ന് അലാറം അടിക്കുമ്പോൾ വന്ന് ചടപടേ പെട്ടെന്ന് പരിപാടി വെച്ച് അങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയത് എന്താ കഴിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ ഞാനത് പറയണമല്ലോ, നമ്മൾ ഡയറ്റ് ആകുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ അത് പറയണമല്ലോ. അപ്പോൾ ഞാനത് വിട്ടുപോയതാണ്. ഞാൻ 2 മുട്ടയാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് കഴിക്കുന്നത്. 2-3 ദിവസമായിട്ടാണ് മുട്ട കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതിന് മുന്നേ ഒന്നും ചായ മാത്രം ചിലപ്പോൾ അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ച് കിടക്കുന്നു. പിന്നെ രാത്രി ഇപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ല, അത് അങ്ങനെയാണ് നിർത്തുകയാണ്. പിന്നെ ഒന്നും വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. അങ്ങനെയാണ് നിർത്തുകയാണ്. 7 മണിക്ക് സമയമാകുമ്പോഴാണ് നിർത്തുകയാണ് കേട്ടോ. ഞാൻ ഫുഡൊന്നും കഴിക്കണില്ല. അപ്പോൾ ഇനി നമ്മൾ എണ്ണക്കടിയൊക്കെ ഒന്ന് ഒഴിവാക്കി ഹെൽത്തി ഫുഡ് കഴിച്ച് നോക്കട്ടെ എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ നമുക്ക് നാളത്തെ വെയിറ്റ് കൂടി കാണിക്കാം. ഏതായാലും ഇന്ന് ഞാൻ എന്തൊക്കെ കഴിക്കുന്നുണ്ടെന്നും കൂടി നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറക്കാൻ ഞാൻ കൂടുതലും എന്താ പറയുക ഫ്രൂട്ട്സ് ഐറ്റംസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കാര കഴിക്കും, പിന്നെ നമ്മളെ പപ്പായ കൊണ്ടുവരും. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഒരുപാട് ഫ്രൂട്ട്സ് കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ. ഐറൂസിന് പിന്നെ പച്ചമുന്തിരി നിർബന്ധമാണ്. അപ്പോൾ അവന് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ രാവിലെ മുതൽ തിന്നൽ തുടങ്ങിയതുകൊണ്ട് ഇത്തിരി ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനായപ്പോയി കേട്ടോ. പിന്നെ നമ്മുടെ നൂൽപുട്ടുണ്ട്, പിന്നെ ഇതും നോമ്പ് വെക്കാത്തതുകൊണ്ട് ഒക്കെ കുറച്ച് ഗീ റൈസ് ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ബാക്കി ഇത്തിരി കാണുന്നത്. അവൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ. പിന്നെ ഐറൂസിന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. എന്താ പറയുക, വല്ല ഒന്നും സ്പെഷ്യലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഞാനിത് ഈത്തപ്പഴം കഴിച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ കാര്യമായിട്ട് ഫ്രൂട്ട്സാണ് കഴിച്ചത്. വേറെ ഒന്നും അരഭക്ഷണം എന്ന് പറയും. ഞാൻ ഗീ റൈസ് ഇത്തിരിയാണ് കേട്ടോ ഇന്ന് കഴിച്ചിട്ടുള്ളത്. പിന്നെ സ്നാക്സ് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. എൻ്റെ സമൂസ ഞാൻ ഐറൂസിനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവനൊരു കടി കഴിച്ചപ്പോൾ എരിഞ്ഞു. പിന്നെ അതെല്ലാവരും മക്കളൊക്കെ കഴിച്ചു കേട്ടോ.
പിന്നെ എന്താ പറയുക ഇതുമൂന്ന് ഇന്ന് പുറത്ത് നോമ്പ് തുറന്നുള്ളതുകൊണ്ട് അവളുടെ സമൂസയും കൂടി പിന്നെ മോളും ഇനുംപട ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തേത് കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടോ പപ്പായ കഴിച്ചു, പിന്നെ വീണ്ടും പപ്പായ കഴിച്ചു, വീണ്ടും പിന്നെ എന്താ പറയുക വത്തക്ക കഴിച്ചു. പക്ഷേ ഒരു സംഭവം പറയാലോ, പിന്നെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സൗണ്ടൊക്കെ പോയി കഫക്കെട്ട് വന്നിട്ടുണ്ട്. കാരണം ഇതാണ് കേട്ടോ, ഞാൻ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്നതുകൊണ്ട് നല്ല പണി കിട്ടിയിട്ടുണ്ട്, നല്ല തൊണ്ടവേദനയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റിയില്ല, എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. ആകെ ഒരു സമാധാനം, ഫ്രൂട്ട്സ് കഴിച്ച പെട്ടെന്ന് വയറ് നിറയുമല്ലോ, അപ്പോൾ അത് കഴിക്കാമെന്നുള്ള ഒരു പ്ലാനായിരുന്നു. എന്നാൽ പിന്നെ വീണ്ടും കലോറി അത്ര കൂടുതലും വരില്ലല്ലോ എന്നൊക്കെയുള്ള പ്ലാനായിരുന്നു. പക്ഷേ അപ്പോൾ തൊണ്ടവേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുന്നോട്ട് നാളെ പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഐറോസിന് ഞാൻ അവിടെ ഒരു ഇച്ചിരി നൂൽപുട്ട് ഇങ്ങനെ കുഴച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അവനതിങ്ങനെ കഴിച്ച് കളിക്കണം കേട്ടോ. പക്ഷേ അങ്ങനെ കഴിച്ചാൽ പോരാ, അവൻ പിന്നെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം അവനുള്ള ഫുഡ് കഞ്ഞി എന്താ കുറച്ചും കൊടുക്കും, അവൻ്റെ വയറൊക്കെ നിറക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അതാ എന്താ പറയുക, മോളിന്ന് നോമ്പൊക്കെ തുറന്ന ശേഷമാണ് അറിയണത് അവരിന്ന് പോവാണ്. മോളെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞ് അവരോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഡ്രസ്സ് എടുക്കാൻ എന്തൊക്കെയോ വീണ്ടും എന്തൊക്കെയോ വാങ്ങാനൊക്കെ പോകാനുണ്ട്, അപ്പോൾ വേഗം ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഐറൂസിന് ഞാനിതാ കുട്ടപ്പനാക്കി സുന്ദരനാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോളും ഇതാ റെഡി ആയിട്ടുണ്ട്. മോളും ഹസ്ബൻഡ് അത് അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ മോളുടെ ഹസ്ബൻഡിൻ്റെ പിന്നെ ഫോൺ വിളിക്കുന്നതോ ആണ്, അപ്പോൾ അതിൻ്റെ വോയിസ് കൂടുതൽ കേൾക്കുന്നതുകൊണ്ട് ഇത് എനിക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. മോൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എന്താ പറയുക പോവാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഓൺ വോയിസ് ആയിട്ട് ഇടാൻ പറ്റില്ല, അവിടെ കലബില സൗണ്ട് എന്തൊക്കെയോ ഇതുള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതും ഇതെപ്പോൾ വരുന്നുള്ളൂ കേട്ടോ. നോമ്പ് തുറക്ക് പോയിട്ട് എത്ര നേരം കഴിഞ്ഞിട്ട് അവൾ വന്നത് അറിയോ, നല്ല ലേറ്റ് ആയിട്ടാണ് വന്നത്. നല്ല 2 ചീത്ത പറയേണ്ടതുള്ള പ്ലാൻ ഉണ്ട്, ഇവർ പോയിട്ട് വേണം ചീത്ത പറയാൻ. അങ്ങനെ അവരൊരു 9:30 ആയപ്പോൾ എന്നെ പോയിട്ടോ. പിന്നെ നാളത്തെ വീഡിയോയിൽ ഞാൻ ഐറൂസിനെ പറ്റി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ചെടുപ്പിക്കില്ല, ഞാൻ കുറച്ച് സങ്കടത്തിലാണ് ഇന്ന്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം, ബൈ ബൈ.